പാകിസ്ഥാനൊപ്പമെന്ന നിലപാട് സ്വീകരിച്ച തുർക്കിക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. നിരവധി മേഖലകളിൽ തുർക്കിയുമായി തുടർന്നു വന്നിരുന്ന ബന്ധം അപ്പാടെ ഉപേക്ഷിക്കുന്ന നടപടികൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതികളും ഒഴിവാക്കി. ഒപ്പം തുർക്കിയിലേക്കുള്ള യാത്രകൾ സഞ്ചാരികൾ ഒഴിവാക്കിയതിനു പിന്നാലെ ചലച്ചിത്ര നിർമ്മാണ സഹകരണവും ഒഴിവാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തുർക്കി വിമാന കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ വിമാന കമ്പനിയുടെ സഹകരണം നിർത്തലാക്കാനും ആവശ്യം ഉയരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാക് ഭീകരതയ്ക്കൊപ്പം നിലകൊണ്ടതും അത് പരസ്യമായി പ്രഖ്യാപിച്ചതും ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധങ്ങളടക്കം നൽകിയ തുർക്കിക്കെതിരെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധ നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തുർക്കിയിൽ നിന്ന് ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇനി മുതൽ വാങ്ങേണ്ടതില്ലെന്ന് രാജ്യത്തെ പ്രമുഖ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നു. കൂടാതെ തുർക്കിയിലേക്കുള്ള യാത്രകൾ ഇന്ത്യൻ സഞ്ചാരികൾ റദ്ദാക്കിയിരുന്നു. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും എല്ലാ വർഷവും നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ മറ്റൊരു മേഖലയിലേക്കും തുർക്കി ഉപരോധം നീളുകയാണ്. രാജ്യത്തെ ചലച്ചിത്ര മേഖലയിൽ നിന്നാണ് ആ തീരുമാനം. തുർക്കിയുമായി സഹകരിച്ച് നടപ്പിലാക്കിയിരുന്ന എല്ലാ ചലച്ചിത്ര സാംസ്കാരിക സഹകരണങ്ങളും പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് വിനോദ മേഖലയിലെ വിവിധ പ്രൊഫഷണലുകളെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. സംഘടന തുർക്കിയിൽ സിനിമകൾ, ടെലിവിഷൻ ഷോകൾ എന്നിവയുടെ ചിത്രീകരണത്തിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. തുർക്കി കലാകാരന്മാരുമായോ നിർമ്മാണ സ്ഥാപനങ്ങളുമായോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണവും അസോസിയേഷൻ വിലക്കിയിട്ടുണ്ട്. കൂടാതെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. തുർക്കിക്ക് ഇന്ത്യയുടെ ബഹിഷ്കരണം കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ എയർലൈൻസ് സഹകരണവും ഇന്ത്യയും തുർക്കിയും തമ്മിലുണ്ട്. ഇന്ത്യയുടെ ഇൻഡിഗോ എയർലൈൻസ് തുർക്കിയുടെ ടർക്കിഷ് എയർലൈൻസുമായി ചേർന്ന സർവീസുകൾ നടത്തിവരികയായിരുന്നു. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ദീർഘദൂര സർവീസുകളെ കണക്ട് ചെയ്യാൻ ടർക്കിഷ് എയർലൈൻസ് ആയിരുന്നു കോഡ് ഷെയറിംഗിനായി ഉപയോഗിച്ചു വന്നിരുന്നത്. ഈ ബന്ധം നിർത്തലാക്കാൻ ഇൻഡിഗോയ്ക്ക് നേരെ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ്. കൂടാതെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് നടത്തുന്ന തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെലിബി എന്ന കമ്പനിക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട 9 വിമാനത്താവളങ്ങളിൽ ഈ കമ്പനിയാണ് ഈ സേവനം നടത്തുന്നത്. ഇവരുടെ സെക്യൂരിറ്റി ലൈസൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.